സാറേ ഞാൻ അകത്തോട്ട് വരട്ടാ? വരട്ടാ? വാടോ വാ. സാധനം കിട്ടിയിട്ട് കേട്ടാ. മത്തായി വല്ലാതെ ബുദ്ധിമുട്ടിയല്ലേ? പുതിയതായ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന് ഇത്തിരി മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ടേ എന്റെ സാറ്? അല്ലെങ്കിൽ പിന്നെ എന്തൊരു ഹോസ്പിറ്റലാണ് മാതാവേ? പിന്നെ അല്ലാതെ. പക്ഷേ എടോ മത്തായി, താൻ സൂക്ഷിക്കണം. ഇവിടെയുള്ള ഒരു ഡോക്ടർ ഇത് അറിയാൻ ഇടയാകരുത്. അറിഞ്ഞ സങ്കടമാണ് സാറ്. ജോലി പോകും. ജോലി പോയാലും സാറിന്റെ പപ്പ അടുത്ത് പറഞ്ഞ് ദുബായിൽ എനിക്ക് നല്ലൊരു ജോലി പൊസിഷനിലാക്കി തരുവാ. എടോ മത്തായി, തന്റെ കാര്യം ഞാൻ ഏറ്റടോ. താൻ ഒരു കാര്യം ചെയ്യും, അത് പൊട്ടിച്ചൊരൽപ്പം ഒഴിച്ചിങ്ങിതാ. ഇത് വലിയ സങ്കടമാണ് സാറേ. സാറിങ്ങനെ എപ്പോഴും കഞ്ചാവിങ്ങനെ വലിച്ചു കയറ്റിയാറുണ്ടല്ലോ, പെട്ടെന്ന് ചത്തോളം കേട്ടാ. ഞാൻ പറഞ്ഞേക്കാം. എന്നായാലും മരിക്കേണ്ടതല്ലേ മത്തായി? സാറ് പിടി സാറേ. തനിക്ക് നല്ല ക്ലാസ് ഒഴിച്ചു തന്നൂടെ? എന്റെ പൊന്ന് സാറേ, ഈ ഔൺസ് ക്ലാസ്സിൽ കുടിച്ചാലുണ്ടല്ല, ഇവനൊരു മരുന്നിന്റെ എഫക്റ്റ് ആണ്. അതുകൊണ്ടല്ലേ മത്തായി ഇതിൽ തന്നെ തരണത്. നാ പിടി. താനും കൂടെ ഒരു സ്മോൾ അടിച്ചോ. ഡോക്ടറാണെന്ന് തോന്നുന്നു. ഇവരുന്നേ എന്താ അതിനൊന്ന് ചിണുങ്ങുന്നോ? വാ. മമ്മി വരണ്ട. ഓ, കെട്ടിക്കാറായ പെണ്ണല്ലേ. ചെല്ല്, കൊളുത്തിടണ്ട. മമ്മി വരും, എനിക്ക് നാണോ. അതിനകത്തിരുന്ന് പാടാൻ പറ്റിയ പാട്ടാണ് പെണ്ണ് പാടുന്നത്. കഴിഞ്ഞെങ്കിൽ ഒന്ന് വേഗം വാ, എനിക്ക് വേറെ ജോലിയുണ്ട്. ശരിക്കും വലിച്ചു തുറക്ക്. കരയാതെ മോളെ, ഇപ്പൊ തുറന്നുതരാം. കരയാതെ മോളെ, ശരിക്കും വലിച്ചു തുറക്ക്. പറഞ്ഞാ കേക്കണ്ടേ? ലാറ്റിനി കയറി പെണ്ണ് വാതിലടച്ചു. ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല. പേടിക്കണ്ട മോളെ, ആന്റി തുറന്നുതരാം. ഈ കമ്പിലെ കുറ്റിലേക്കിട്ട് ആ കുറ്റിലേക്കിട്ട് കടുക്ക്. കരയണ്ട മോളെ, പേടിക്കണ്ട. ആ കുറ്റിലേക്കിട്ട് കടുക്ക. കൈ സൂക്ഷിക്കണേ. ആ ഇപ്പൊ വലിച്ച് വലിച്ച്. കരയാതെ മോളെ, ശരിക്കും വലിച്ചു തുറക്ക്. ആ അന്വേഷണം കാണിച്ചിട്ട് ഇപ്പൊ നിന്ന് മോങ്ങുന്നോ? സാരമില്ല മോളെ, ആന്റി എടുക്കാം. വേണ്ട വേണ്ട. താമസിക്കണ്ടല്ലോ. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കഷ്ടമാണെന്ന്. സെലക്ഷൻ കിട്ടാനാണെങ്കിൽ ഏതാടിയ പാർട്ടി? അതെന്റെ അങ്കിളിന്റെ സണ്ണ. അതെ അതെ, ഞങ്ങളും കുറെ അങ്കിളുടെ മക്കളെ കണ്ടിട്ടുണ്ട്. ചുമ്മാ നാണിച്ചിരിക്കാതെ വാവണ്ണേ. ജസ്റ്റ് മെറ്റപ്പ് വരാം. ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ഞങ്ങൾ പോയേക്കാം. എന്ത് പണി ഇതിനെ കാണിച്ചത്? എന്തിനാ ഇവിടെ വന്നത്? എന്റെ ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞു.
കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു റൊമാൻസ് ഒക്കെ ഉണ്ടാവുകയും അതറിഞ്ഞ് ഫ്രണ്ട്സ് ഒക്കെ മാറുകയും ചെയ്യുന്ന ഒരു രസമല്ലേ? പിന്നെ നാളെ കോളേജിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് എന്നെ വരും. തന്റെ വാചകമൊന്നും വേണ്ട, കേറാൻ നോക്ക്. വേണ്ട വിനു, ആരെങ്കിലും കണ്ടാൽ എനിക്ക് പേടിയാവുന്നു. ഇന്നെന്താ പുതിയൊരു പേടി? അത്രയ്ക്ക് പേടിയാണെങ്കിൽ എന്നെ സ്റ്റൈലായിട്ടും കെട്ടിപ്പിടിച്ചു, എല്ലാ പേടിയും അങ്ങ് മാറും. ആ കേറാൻ നോക്ക്. വിനു എന്താ ഇത്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു സുഖമൊക്കെ ഇല്ല. ഇനി തന്നെ ഇറക്കി വിടാമെന്ന് വെച്ചാൽ ചട്ടക്കിടിച്ചാൽ പോലും താൻ ഇറങ്ങത്തില്ല. അതാ ആമ്പിള്ളാരുടെ ഒരു കഴിവ്, മനസ്സിലായി? എന്താ ഇത്? എന്താ ഇത്? What's wrong? ഇതോടാ ഇതോടെ അതെന്റെ ഡാൻസ് ക്ലാസ്സിലെ ഡാൻസ് ടീച്ചർ ആയിരിക്കും അല്ലേ? അതെ എടാ മുലപ്പാലിന്റെ മണം മാറിയിട്ടില്ലല്ലോ, അതിനു മുമ്പ് തുടങ്ങിയോ? ചേട്ടാ. അത് മാറിക്കടാ അങ്ങോട്ട്. എടാ മാറിക്ക. കൊച്ചേ, എന്താ നിന്റെ പേര്? എവിടാ നിന്റെ വീട്? മാതാ ഹോസ്പിറ്റലിന്റെ അടുത്താ. തന്നോട് വെച്ചോ? ആ കൊച്ചൊന്നും പറയാത്തോണ്ട് പപ്പം പറഞ്ഞു പോയതാ. കോളേജിൽ പഠിക്കാൻ പോകുന്നത് കണ്ട ആമ്പിള്ളേരെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ചുറ്റാനാണ്. കാര്യം ഇവനെന്നെ അനിയാണെങ്കിലും ഇവനെയൊന്നും കുളിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് പോയാൽ കുട്ടിയുടെ ലൈഫ് സ്പോയിലായി പോകും. കരയാതെ കൊച്ചേ, കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയാന്നേ, കുറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് കരയാൻ തുടങ്ങിയാൽ എങ്ങനെ? ഇങ്ങോട്ട് കയറാ. വണ്ടിയെ കയറേ. മാറിക്കട അങ്ങോട്ട്. ഇപ്പൊ മനസ്സിലായോ കൊച്ചെ, കൊച്ചന്റെ കാമുകന്റെ തൽസ്വരൂപം? നിന്നെ പെരുവഴിയിൽ ഇറക്കിയിട്ട് പോകാൻ പോലും ഇവൻ മടിക്കല. ഇതിന് എവിടെന്നാ പിടിച്ചെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് വേണം വീട്ടിൽ വരാൻ. മനസ്സിലായോ? ആ, എന്നാ തനിക്ക് പോണോ? വേണ്ട. എന്നാ വണ്ടി വിട്. ഗേറ്റ് തുറന്നിട്ടില്ല. കൊച്ചാ നല്ലോണം പിടിച്ചിരുന്നോണേ. വിനുവിന്റെ ചേട്ടനത്? അതെ അതെ, സ്വർഗത്തിലെ പട്ടുണ്ട്. സാർ കാപ്പി. ആ റോജൻ. ആകെ നാശമോശമാക്കിയ ലക്ഷണമുണ്ട്. ഡാഡിയോട് പറഞ്ഞു കാണോ? നിൽക്കണവിടെ. വീട്ടിൽ കൊണ്ടാക്കിയോ? ഇതിനാണല്ലേ ബൈക്ക് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. ലിഫ്റ്റ് കൊടുക്കാൻ. നാളെ ഒരു ബൈക്കുമായിട്ട് ഓളെ പോകണ്ട, ബസ്സിൽ പോയാൽ മതി. അയ്യോ ചേട്ടാ, അത് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ സമയത്തിന് എത്താനാവില്ല. ഞാൻ ഡാഡിയോട് പറയാം, ഡാഡി തീരുമാനിക്കും. അയ്യോ ചേട്ടാ പ്ലീസ്, ഡാഡി അറിഞ്ഞാൽ. എന്താ കാര്യം? ഞാൻ അറിയാൻ പാടില്ലാത്തല്ലോ ഇവൻ ചെയ്തോ? ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞ, ഡാഡി കേട്ടില്ല. പിന്നെ എന്താ കാര്യം? ഒറ്റയ്ക്കാണെങ്കിൽ സാരമില്ല, ഇത് പുറകിൽ ഒരാളെ പിച്ചാടാം. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. കാര്യമൊന്നും സംഭവിച്ചില്ല. ബൈക്ക് കൊണ്ടുപോയി ലോറിക്ക് തിരിച്ചാനെ. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു.
എന്തൊരു സ്പീഡിലേക്ക് വണ്ടി ഓടിക്കുന്നറിയോ? വിനയാ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഓവർ സ്പീഡ് വണ്ടി ഓടിക്കരുതെന്ന്? ഡാഡി, അല്ല ഇവന്റെ മാത്രം കുഴപ്പമില്ല, ആ ലോറിക്കാരന്റെ കയ്യിൽ ഒരു ലേശം പെശകുണ്ട്. അതിന് ഓവർ സ്പീഡ് വണ്ടി ഓടിച്ചോണ്ടല്ലേ? ഏതായാലും നാളെ താങ്ക് യു മൈ ഡിയർ ബ്രദർ. ഒരു ചാൻസ്. ഇന്ന് എല്ലാ മൂടും പോയി. ഇനി ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ ഇതേ രക്ഷയുള്ളൂ. എന്താണ് ഫോട്ടോ? ഫോട്ടോ ആണെന്ന് മനസ്സിലായി. ഡാഡി, ഇത് ഹിന്ദി സിനിമയിലെ സൂപ്പർ സ്റ്റാർ. സ്റ്റോപ്പ് ഇറ്റ്. ഇതിനാണല്ലേ നീ മുറിയിൽ കയറി വാതിൽ ലോക്ക് ചെയ്യുന്നത്? ഇന്നെന്തേ മറന്നുപോയോ? വിനയ, നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിന്റെ കുറ്റമല്ല. ഈ വീട്ടിൽ നിന്നെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും ആരും ഇല്ലാതെ പോയി. അതിന്റെ തകരാറാണ്. എല്ലായിടത്തും കൊണ്ട് കത്തിച്ചു കളാം. ആ, അവിടെ കൂടെ എല്ലാം കത്തിച്ചു കളാം. മേലിൽ ഇത്തരം ചിത്രങ്ങൾ ഈ വീട്ടിൽ കണ്ടുപോകരുത്.